ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു എജസ് ഓൺ ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ SLC കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിഡ് ടേം എക്സാമിൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ? ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ ഗിവൻ. നമുക്ക് 2 ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് ആ സ്ട്രക്ചറൽ ഫോർമുലാസ്? ഒന്ന് വന്നിട്ട് CH3O CH2 CH3, രണ്ടാമത്തേലോ CH3 CH2 CH2 OH. ഇത് രണ്ടിലും ഡിഫറെൻ്റ് ആയി കിടക്കുന്ന ഹൈഡ് ചെയ്ത് കിടക്കുന്ന ഒരാളുണ്ട്. ആരാണ്? ഓയും അതേപോലെ OHും. അതിനെന്തുണ്ടെങ്കിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ആർ ദ IUPAC നെയിം ഓഫ് ദീസ് കോമ്പൗണ്ട്? അപ്പൊ ഇതിന്റെ IUPAC നെയിമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ എഴുതിയാലോ? അപ്പൊ ഒന്നാമത്തെ IUPAC നെയിം എന്താ? മെത്തോക്സി ഈഥേൻ ആണ്. അപ്പൊ എഴുതിയാലോ? അപ്പൊ രണ്ടാമത്തെയോ? പ്രൊപ്പാൻ 1 ഓൾ അല്ലേ? ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 1 സിമിലാരിറ്റി ആൻഡ് 1 ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് കോമ്പൗണ്ട്. ഇതിന്റെ രണ്ടിനെയും ഒരു സിമിലാരിറ്റിയും ഒരു ഡിഫറൻസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിമിലാരിറ്റി എന്താണ്? യെസ്, മോളിക്കുലർ ഫോർമുല ഈസ് സെയിം. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല സെയിം അല്ലേ? അപ്പൊ ഇത് കൂടെ മോളിക്കുലർ ഫോർമുല ഈസ് സെയിം. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ്. എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായാലും പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദിസ് ഫിനോമിനൻ നോൺ ആസ്? അപ്പൊ ഈ ഒരു സംഭവത്തിനെ നമ്മൾ എന്താണ് പറയുക? എന്താ പറയുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രക്ചർ ഓഫ് ആൻ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. നമുക്ക് എന്താണ്? ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ സ്ട്രക്ചർ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഇതിന്റെ നെയിം എന്താണ്? ബെൻസീൻ ആണ് അല്ലേ? ബെൻസീൻ. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഇറ്റ്. അപ്പോൾ ഇതിന്റെ എന്ത് ചെയ്യണം? നമ്മൾ മോളിക്കുലർ ഫോർമുലയും കൂടെ എഴുതണം. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതാം? C6H6. ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2 ഫോളോ ഫോർ മോർ.